Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. UGC നെറ്റ് കോമേഴ്സിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നെക്സ്റ്റ് ഒരു 5 ചോദ്യങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആ ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം UGC നെറ്റ് കോമേഴ്സിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കുക. ലൈവ് സെഷൻ ഉണ്ടായിരിക്കും. ലൈവ് അറ്റൻഡ് ചെയ്യണമെന്ന് മസ്റ്റ് അല്ല. റെക്കോർഡുള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനും സാധിക്കും. ദെൻ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് UGC നെറ്റ് കോമേഴ്സ് ക്ലിയർ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കടക്കാം. ഇപ്പോൾ ചോദ്യം ഇതാണ്, ക്വസ്റ്റ്യൻ നമ്പർ 91. What is the harmonic mean of two numbers whose arithmetic mean and geometric mean are 30 and 24 respectively? അപ്പോൾ ഹാർമോണിക് മീൻ ഓഫ് ടു നമ്പേഴ്സ് ആണ് അറിയേണ്ടത്. നമ്മുടെ അടുത്ത് മീനും അരിത്തമെറ്റിക് മീനും ജിയോമെട്രിക് മീനും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഇക്വേഷൻ ഫോർമുല ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് എഴുതാം. റിലേഷൻഷിപ്പ് അറിയാമല്ലോ ഇതിൻ്റെ. ജിയോമെട്രിക് മീൻ സ്ക്വയർ ഈക്വൽ അരിത്തമെറ്റിക് മീൻ ഇൻറ്റു ഹാർമോണിക് മീൻ. ഇതാണ് ഇക്വേഷൻ, റിലേഷൻഷിപ്പ്. ഇവിടെ ജിയോമെട്രിക് മീൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 24 ആണ്. അപ്പോൾ 24 സ്ക്വയർ അല്ലേ ഈക്വൽ അരിത്തമെറ്റിക് മീൻ എത്രയാ? 30 ആണ്. 30 ഇൻറ്റു ഹാർമോണിക് മീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഹാർമോണിക് മീനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 24 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 576 ഈക്വൽ 30 ഇൻറ്റു ഹാർമോണിക് മീൻ വരും. ഹാർമോണിക് മീൻ ഈക്വൽ 576 ഡിവൈഡഡ് ബൈ 30. എത്ര വരാം? 19.2 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 3 ആണ് ആൻസർ വരാം കേട്ടോ, 19.2. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം, കാൽക്കുലേഷനും ഒന്ന് സ്പീഡപ്പ് ആവണം എന്നുള്ളതാണ്. സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 91. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 92. എന്താ സംഭവം? Which of the following statements are correct with regard to mathematical properties of standard deviation? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുണ്ട്. താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. നമ്പർ 1, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് ചേഞ്ച് ഓഫ് സ്കെയിൽ എന്നാണ് പറയണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചേഞ്ച് ഓഫ് ഒറിജിനും ചേഞ്ച് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഇപ്പോൾ ഒരു 3-4 നമ്പേഴ്സ് തന്നിട്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ ചേഞ്ച് ഓഫ് ഒറിജിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ തന്നിട്ടുള്ളത് ഇപ്പോൾ നമ്പർ 2, 4, 6, 8 ഇതാണെന്ന് വയ്ക്കുക. ഈ 4 നമ്പറിൻ്റെയും നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്കൊരു നമ്പർ കിട്ടി. ഓക്കെ, ആ നമ്പറും ഇപ്പോൾ ആ നമ്പർ എഴുതുന്നു എക്സ്. ഈ നമ്പറും ദെൻ ഇതിൻ്റെ ഒറിജിൻ നമ്മൾ ചേഞ്ച് ചെയ്യാണ്. ഒറിജിൻ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ നമ്പർ കൊണ്ട് ഈ നമ്പേഴ്സ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ 10 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ കൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ നമ്പേഴ്സിനൊക്കെ ആഡ് ചെയ്യാം 10 കൊണ്ട്. അപ്പോൾ 2 എന്ന് പറഞ്ഞാൽ എത്രയാവും? 12 ആവും. ഇത് 14 ആവും. ഇത് 16 ആവും. 18 ആവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ നിൽക്കുക. അഡീഷൻ ആവാം, സബ്ട്രാക്ഷൻ ആവും. എന്നിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടാൽ നമുക്ക് കിട്ടുന്നത് ഈ സെയിം നമ്പർ ആകണം, ഈ സെയിം വാല്യൂ തന്നെ ആവണം. അപ്പോഴാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ എന്ന് പറയാൻ പറ്റുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഒരു നമ്പർ സീരീസ് ഉണ്ട്. ആ നമ്പർ സീരീസിൻ്റെ കൂടെ നമ്മൾ അഡീഷനോ സബ്ട്രാക്ഷനോ ചെയ്തിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വീണ്ടും കാണുമ്പോൾ നമുക്ക് സെയിം വാല്യൂ കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ എന്ന് പറയാം. ഇനി ചേഞ്ച് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? ഈ 2, 4, 6, 8 ഈ നമ്പേഴ്സ് ഇല്ലേ, ഇതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുകയാണെന്ന് വയ്ക്കുക. മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ. ഇപ്പോൾ 2ൻ്റെ കൂടെ നമ്മൾ 2, 4, 6, 8 ഇതിൻ്റെ കൂടെ നമ്മൾ എന്താണ് 3
എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു സീരീസ് കിട്ടും. 3 ഇൻറ്റു 2 6 വരും, 12 വരും, 6 ഇൻറ്റു 3 18 വരും, 3 24. ദെൻ എന്നിട്ട് നമ്മൾ ഈ സീരീസിൻ്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ കാണാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ ഒരു നമ്പർ ഉണ്ടായിരിക്കുമല്ലോ, അത് നേരത്തെ ഈ കിട്ടിയിട്ടുള്ളതും തമ്മിൽ സെയിം ആയിരിക്കണം. സെയിം ആണോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ കൺസെപ്റ്റ് എന്താണ്? അപ്പോൾ ചേഞ്ച് സെയിം ആവോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡിവിഷൻ്റെ കേസിൽ എന്താണ്, ചേഞ്ച് ഓഫ് ഒറിജിൻ നമ്മുടെ സീരീസ് നമ്പറിൻ്റെ കൂടെ നമ്മൾ അഡീഷനോ സബ്ട്രാക്ഷനോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വീണ്ടും കിട്ടുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നേരത്തെയും ഇതും സെയിം ആയിരിക്കും. അങ്ങനെയാണ്. നേരെ മറിച്ച് സ്കെയിൽ ചേഞ്ച് ചെയ്ത് നോക്കിയാൽ ഈ നമ്പറിൻ്റെ കൂടെ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ നമ്പർ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ചെയ്തതിന് ശേഷം ആ സീരീസ് നമ്പറിൻ്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ കാണുകയാണെങ്കിൽ നമുക്ക് വേറെ നമ്പറാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡിവിഷൻ ആയിട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ. ഒറിജിൻ്റെ കേസിൽ ഓക്കെയാണ്, സ്കെയിലിൻ്റെ കേസിൽ ഓക്കെ അല്ല. ഇവിടെ പറയുന്നത് എന്താ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് ചേഞ്ച് ഓഫ് സ്കെയിലിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഇൻകറക്റ്റാണ്, കറക്റ്റ് അല്ല. രണ്ടാമത് പറയുന്നു നോക്കിയേ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ, കറക്റ്റാ, ബട്ട് നോട്ട് ഓഫ് സ്കെയിൽ. ഇതാണ് ശരിക്കും കറക്റ്റ്. മനസ്സിലായോ? ഒരു നമ്പർ സീരീസ് തന്നിട്ട് അതിൻ്റെ ഒറിജിൻ ചേഞ്ച് ചെയ്തു, എന്നിട്ട് നമ്മൾ വീണ്ടും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുകയാണെങ്കിൽ രണ്ടിൻ്റെയും സെയിം വാല്യൂ ആണ് വരിക. നേരെ മറിച്ച് ചേഞ്ച് ഓഫ് സ്കെയിൽ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുകയാണെങ്കിൽ നമുക്ക് സെയിം വാല്യൂ അല്ല സ്റ്റാൻഡേർഡ് ഡീവിയേഷനായിട്ട് കിട്ടാം. അപ്പോൾ ഒറിജിൻ്റെ കേസിൽ മാത്രമാണ് ആ ഒരു സിമിലാരിറ്റി നമുക്ക് കിട്ടുക, സെയിം ആയിട്ടുള്ളത് കിട്ടുക. സ്കെയിൽ ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുകയാണെങ്കിൽ കിട്ടില്ല. അപ്പോൾ രണ്ടാമതെയാണ് കറക്റ്റ്. ഇനി മൂന്നാമത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ്, ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചവർക്ക് അറിയാം. ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ഈസ് √n² - 1 / 12. കറക്റ്റ് അല്ലേ? ഇതിൻ്റെ ഇക്വേഷനാണത്. പ്രോപ്പർട്ടീസ് പഠിച്ചവർക്ക് അറിയാം, അതിലുള്ളതാണത്, കറക്റ്റാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ഈസ് √n² - 1 / 6. ഇത് തെറ്റാ, ഇത് അതിലില്ല, ഇതാണ് കറക്റ്റ് കേട്ടോ. ഇനി നെക്സ്റ്റ്, ഫോർ മോഡറേറ്റ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 0.8 ഓഫ് മീൻ ഡീവിയേഷൻ. മോഡറേറ്റ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും ഇവിടെ പറയണത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 0.8 ഓഫ് മീൻ ഡീവിയേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു എക്സ്പ്ലനേഷനിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെറുതും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ആൻസർ എന്ന് പറയണത് മീൻ ഡീവിയേഷൻ ഇൻറ്റു 0.8 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെറുതും മീൻ ഡീവിയേഷൻ വലുതുമാകണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയണത്. എന്നല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 0.8 ഓഫ് മീൻ ഡീവിയേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കിട്ടിയതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഒന്നും കൂടിയും പറയണു. ഈ എക്സ്പ്ലനേഷൻ്റെ ഒരു കൺസെപ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ SD ചെറുതും മീൻ ഡീവിയേഷൻ വലുതുമാണ് ഇവിടെ വരുന്നത്. ബട്ട് അത് തെറ്റാണ്. എപ്പോഴും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ലാർജറും മീൻ ഡീവിയേഷൻ ചെറുതുമാണ് വരിക. ഈ എക്സ്പ്ലനേഷനിൽ നിന്ന് നമുക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നു? ഇവിടെ പറയണത് എന്താ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയണത് 0.8 ഓഫ് മീൻ ഡീവിയേഷൻ. മീൻ ഡീവിയേഷൻ ഇപ്പോൾ 10 ആണെങ്കിൽ 10 × 0.8 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ആൻസർ പറയണതാണ്. ഇപ്പം മീൻ ഡീവിയേഷൻ 10 ആണെന്ന് വയ്ക്കുക. ആ 10 × 0.8 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ പറയാണ് മീൻ ഡീവിയേഷൻ ഈക്വൽ 10. ദെൻ അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയായിരിക്കും? 10 × 0.8 8 ആയിരിക്കും.
അപ്പോൾ മീൻ ഡീവിയേഷൻ വലുതും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെറുതുമായിരിക്കും. അങ്ങനെ വരില്ല. എപ്പോഴും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വലുതും മീൻ ഡീവിയേഷൻ ചെറുതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം നോക്കുമ്പോൾ എന്താണ്, നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മീൻ ഡീവിയേഷനെക്കാട്ടും ചെറുതാണ്. അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ്. അങ്ങനെ വരില്ല. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓൾവേസ് എന്താണ്, ലാർജർ ആയിരിക്കും മീൻ ഡീവിയേഷനെ കമ്പയർ ചെയ്യുമ്പോൾ. സോ അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ശരി? ബിയും സിയും മാത്രമാണ് കറക്റ്റ്. ബി ആൻഡ് സി, ഓപ്ഷൻ 1 ആണ് ആൻസർ വരാം കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ് ആണ്. കുറച്ച് ഡീറ്റെയിൽസ് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ്സിൻ്റെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഫോമുലയിൽ തന്നിട്ടുണ്ട്. ഫോമുല അറിഞ്ഞാൽ മതി, നമുക്ക് ഈസി ആയിട്ട് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ലേ. ഫോമുലയാണ് നമുക്കിവിടെ വേണ്ടത്. ഫോമുല പഠിച്ചവർക്ക് ഈസി ആയിട്ട് പറയാം. നമ്പർ 1, കാൾ പിയേഴ്സൺ കോഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സിൻ്റെ ഇക്വേഷൻ ആണ്. അതായത് കാൾ പിയേഴ്സൻ്റെ കോഫിഷ്യൻ്റ് മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതല്ലേ വരാം. ഇനി നെക്സ്റ്റ്, ബൗലീസ് കോഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുമ്പോൾ ബൗലിയുടെ ഏതാ Q3 + Q1 - 2 മീഡിയൻ ഡിവൈഡ് ബൈ Q3 - Q1 ആണ്. ഇതിൻ്റെ ഇതാണ് വരാം. ഇനി കെല്ലിയുടെ വരുന്നത് P90 + P10 - 2 മീഡിയൻ ഡിവൈഡഡ് ബൈ എന്താണ് P90 - P10. കെല്ലിയുടെ വരുന്നത് ഇതാണ്. ദെൻ മൊമെൻറ്റ് കോഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആദ്യത്തെ. ഓക്കെ, ഇങ്ങനെയാണ് വരാം. അപ്പോൾ A4 അതായത് B3 C2 D1. ഓപ്ഷൻ 2 ആണ് ആൻസർ വരാം കേട്ടോ. ഇതിൽ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം, അതിൽ വേറെ ഒന്നും പറയാനില്ല. ഫോമുല അറിഞ്ഞിരിക്കണം. അപ്പം എപ്പോഴും ഫോമുല പഠിക്കുമ്പോൾ തലയിലേക്ക് നന്നായിട്ട് കയറ്റാം. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 94. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ പ്രോപ്പർട്ടീസ് ഓഫ് റിഗ്രഷൻ കോഫിഷ്യൻ്റ്? എപ്പോഴും പ്രോപ്പർട്ടീസ് നന്നായിട്ട് പഠിക്കണം. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ നേരത്തെ പ്രോപ്പർട്ടീസിനെ റിലേറ്റ് ചെയ്തുള്ള കാര്യമാണ് ചോദിച്ചത്. ഇവിടെയും നമ്പർ 1, the coefficient of correlation and the two regression coefficient have the same signs. എന്താ ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ മീനിങ് സെയിം സൈൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിറക്ഷൻ, കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ ഡിറക്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്. അതാണ് പറയുന്നത് കേട്ടോ. മൂവ് ചെയ്യുന്നത് സെയിം ഡിറക്ഷനിലാണ്, പോസിറ്റീവ്ലി റിലേറ്റഡ് ആവും അല്ലെങ്കിൽ നെഗറ്റീവ്ലി. അപ്പോൾ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെയും റിഗ്രഷൻ കോഫിഷ്യൻ്റെയും സെയിം സൈൻസ് ആണ് വരുന്നത്. ഒന്നെങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് പറയണത് എന്താണ്, പോസിറ്റീവ് ആവും. അപ്പോൾ രണ്ടിൻ്റെയും പോസിറ്റീവ് ആവും. ഇങ്ങനെ കോറിലേഷൻ റിഗ്രഷൻ്റെ ഇപ്പോൾ കോറിലേഷൻ്റെ ആൻസർ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഇതിൻ്റെയും പോസിറ്റീവ് ആയിരിക്കും. നേരെ ഇതിൻ്റെ നെഗറ്റീവ് ആണെങ്കിൽ ഇതും നെഗറ്റീവ് ആയിരിക്കും. ഇതാണ് പറയുന്നത്. ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊന്ന് നോക്കാം. ഇപ്പോൾ റിഗ്രഷൻ എന്ന് പറയുമ്പോൾ അവിടെ y/x x/y അല്ലേ, by/x bxy റിഗ്രഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അവേഴ്സും റിസൾട്ടും എടുക്കാം. ഇനി അവേഴ്സ് സ്റ്റഡീഡ്, എത്ര സമയം പഠിച്ചു, അതിൻ്റെ റിസൾട്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കൂടുതൽ സമയം പഠിച്ചു, അവേഴ്സ് കൂടുമ്പോൾ റിസൾട്ടും സൂപ്പറാവണം അല്ലേ. അവേഴ്സ് കൂടുതൽ പഠിക്കുമ്പോൾ റിസൾട്ടും സൂപ്പറാവുന്നു. അവേഴ്സ് കുറവാണെങ്കിൽ റിസൾട്ട് താഴേക്ക് പോകണം. അതല്ലേ റിലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിഗ്രഷനിൽ. അപ്പോൾ നമുക്ക് റിഗ്രഷൻ കാണുമ്പോൾ, റിഗ്രഷൻ എന്ന് പറയുമ്പോൾ പ്രഡിക്ഷനാണ്. ഒരു കുട്ടി 4 മണിക്കൂർ പഠിച്ചു, ആ കുട്ടിക്ക് ഇത്ര കിട്ടി. ഒരു കുട്ടി അതിനായിട്ടും കുറവ് പഠിച്ചു, അപ്പോൾ അത്രത്തോളം കുറവായിരിക്കും. അതല്ല റിഗ്രഷൻ നമ്മൾ കണ്ടുപിടിക്കുക, പ്രഡിക്ഷനാണ്. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ് കുറവാണെങ്കിൽ നെഗറ്റീവ്, അങ്ങനെയാണ്. ദെൻ അവേഴ്സും ഇതും തമ്മിലുള്ള റിലേഷൻ നോക്കുകയാണെങ്കിലോ, ഇപ്പോൾ നന്നായിട്ട് പഠിച്ചു, നന്നായിട്ട് മാർക്ക് കിട്ടി, അപ്പോൾ ഇതിൻ്റെ റിലേഷനും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. കുറവാണെങ്കിൽ റിലേഷനും നെഗറ്റീവ് ആയിരിക്കും. സോ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെയും റിഗ്രഷൻ കോഫിഷ്യൻ്റെയും ഹാവ് ദ സെയിം സൈൻസ്. രണ്ടിനും സെയിം സൈൻ എന്ന് പറയുന്നത് കറക്റ്റ് അല്ലേ. റിഗ്രഷൻ്റെ സൈനും അതുപോലെ തന്നെ കോറിലേഷൻ്റെയും സെയിം ആണ്.
റിഗ്രഷൻ കാണുമ്പോൾ നന്നായിട്ട് ചെയ്താൽ നന്നായിട്ട്, പോസിറ്റീവ്. മോശമാണെങ്കിൽ മോശം, നെഗറ്റീവ്. അപ്പം നന്നായിട്ടാണെങ്കിൽ നന്നായിട്ട് എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും റിലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ പോസിറ്റീവാണ് വരാ, പോസിറ്റീവ് റിലേഷനാണ്. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നെഗറ്റീവ്. സോ ഈ രണ്ടെണ്ണത്തിൻ്റെയും സെയിം സയൻസ് എന്ന് പറയുന്നത് ശരിയാണ്. And the coefficient of correlation is the harmonic mean between the regression coefficient. അതല്ലല്ലോ, coefficient of correlation is the geometric mean between the regression coefficient. അതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചവർക്ക് അറിയാം. is the geometric mean between the regression coefficient, ഹാർമോണിക്കൽ. ഓക്കെ, അപ്പോൾ അത് പഠിക്കണം കേട്ടോ. ഇനി if one of the regression coefficient is greater than unity, ഏതെങ്കിലും ഒരെണ്ണം വണ്ണിനേക്കാൾ, if one of the regression coefficient ഏതെങ്കിലും ഒരെണ്ണം ഗ്രേറ്റർ ദാൻ യൂണിറ്റി, ദി അതർ മസ്റ്റ് ഓൾസോ ബി ഗ്രേറ്റർ ദാൻ യൂണിറ്റി. അത് തെറ്റല്ലേ? കാരണം അങ്ങനെ വരില്ല. ടോട്ടൽ വണ്ണിൻ്റെ അവിടേക്ക് വരുന്നതുകൊണ്ട് തന്നെ if regression coefficient is, if one of the regression coefficient is greater than unity ആണെങ്കിൽ മറ്റേത് ലെസ് ദാൻ വരാം. ഇത് തെറ്റാ, അടിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇഫ് വൺ ഓഫ് ദ റിഗ്രഷൻ കോഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആണെങ്കിൽ ദ അതർ മസ്റ്റ് ബി ലെസ് ദാൻ യൂണിറ്റി ആയിരിക്കും. ഒരെണ്ണം എന്താണ് യൂണിറ്റിനേക്കാളും വണ്ണിനേക്കാളും കൂടുതലാണെങ്കിൽ മറ്റേത് എന്താണ് ലെസ് ദാൻ യൂണിറ്റി ആയിരിക്കും വരാം. ഓക്കെ, കൂടുതൽ വരും, രണ്ടും വരില്ലല്ലോ. അപ്പോൾ ഇതാണ് കറക്റ്റ് വരിക, ഡി. ഇനി ദ റിഗ്രഷൻ കോഫിഷ്യൻ്റ് ആർ ഇൻഡിപെൻഡൻറ്റ്, നിങ്ങൾ പ്രോപ്പർട്ടീസ് പഠിക്കണം. ദ റിഗ്രഷൻ കോഫിഷ്യൻ്റ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ ബട്ട് നോട്ട് ഓഫ് സ്കെയിൽ. അത് കറക്റ്റാ, നമ്മൾ നേരത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ പറഞ്ഞ പോലെ തന്നെയാണ്. റിഗ്രഷൻ കോഫിഷ്യൻ്റ് കാണുന്ന സമയത്ത് ഒറിജിനിലെ ചേഞ്ച്, അഡീഷനോ സബ്ട്രാക്ഷനോ വരുത്തി കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന റിഗ്രഷൻ സെയിം ആയിരിക്കും. ബട്ട് മൾട്ടിപ്ലിക്കേഷനോ എന്താണ് ഡിവിഷനോ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സെയിം സീരീസ് നമ്പറിൻ്റെ റിഗ്രഷൻ അല്ലെങ്കിൽ അതിൻ്റെ റിഗ്രഷൻ കാണുകയാണെങ്കിൽ അത് സെയിം ആവില്ല. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിനാണ്, നോട്ട് സ്കെയിൽ എന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ എയും ഡിയും ഇയും ആണ് കറക്റ്റായിട്ട് വരാം. എയും ഡിയും ഇയും 4 ആണ് ആൻസർ കേട്ടോ. ഓക്കെ, നമുക്ക് ഒരെണ്ണം കൂടി നോക്കാം. എന്താണ്? probability. If a random variable x follows a Poisson distribution such that p of x equal 1 equal p 4 into p of x equal to 2, variance of x is ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ്? പ്രോബിലിറ്റി ഓഫ് x equal 1 equal 4 into probability of x equal 2, variance x ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കേണ്ടി വരും. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇ റൈസ് ടു അല്ല എന്താണ് പി ഓഫ് എക്സ് ഈക്വൽ ഇ റൈസ് ടു മൈനസ് എം റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇതല്ലേ പഠിച്ചേക്കണത്. ഇതിൻ്റെ വാല്യൂ ഒന്നും നമുക്ക് ഇതാക്കണ്ട, നമുക്കുള്ള ഡീറ്റെയിൽ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് പോയിസൺ ഡിസ്ട്രിബ്യൂഷനിലെ വാരിയൻസ് എന്ന് പറയുമ്പോൾ എം ആണ്. പി ഓഫ് എക്സ് വാരിയൻസ് എക്സ് എന്ന് പറയുമ്പോൾ അതെന്താ എം ആണ് നമുക്ക് വേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇക്വേഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പി ഓഫ് എക്സ് ഈക്വൽ ടു 1 ഈക്വൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ 4 ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു 2 അല്ലേ? ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ, ഇതാണ് ഇക്വേഷൻ. എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ വരാം? ഇ റേസ് ടു മൈനസ് എം റേസ് ടു എക്സിൻ്റെ അവിടെ 1 ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഈക്വൽ 4 ഇൻറ്റു പി 4 ഇൻറ്റു
എക്സിന് പകരം 2 കൊടുക്കണം അല്ലേ നമ്മൾ. അപ്പോൾ 4 ഇൻറ്റു e raised to minus m raised to 2 divided by 2 factorial. നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യലല്ലേ വേണ്ട. നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ 1 പോയി. 1 പിന്നെ അങ്ങനെ തന്നെയാണ് വരിക. ഇനി ഇവിടെ 2 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 2 തന്നെ. അപ്പോൾ ഇവിടെ 2 വരും. അപ്പം ഇനി എന്ത് വരും? e raised to minus m into m equal 2 into e raised to minus m raised to 2 അല്ലേ? ഇങ്ങനെ വരും. ഇങ്ങനെയല്ലേ വരാം. ഇനി നെക്സ്റ്റ് അടുത്തത് നമ്മളിനി ഇതിനെ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ e raised to minus m ഉണ്ട്, e raised to minus m ഇതിനെ കട്ട് ചെയ്യാലോ. അപ്പം ഇനി എന്ത് വരും? m equal to m സ്ക്വയർ വരും. നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് എങ്ങനെ എമ്മിനെ ഡിവൈഡ് ചെയ്യാം കോമൺ ആയിട്ട് അല്ലേ? രണ്ടുമായിട്ട് നമുക്ക് എമ്മിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ m ഡിവൈഡ് ബൈ m ഈക്വൽ ടു m സ്ക്വയർ ഡിവൈഡ് ബൈ m. രണ്ടിനെയും ഒരു ഇതുകൊണ്ട് ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോർഷനെ നമുക്ക് ഇല്ലാണ്ടാക്കാമല്ലോ. അപ്പോൾ m ഡിവൈഡ് ബൈ m എന്ന് പറയുമ്പോൾ 1 ഈക്വൽ m പോയി 1 ഈക്വൽ 2m വരും അല്ലേ? സോ ഫൈനലി m ഈക്വൽ എന്ന് പറയുമ്പോൾ എന്താ? 1/2. m ആണ് വാരിയൻസ്. സോ 1/2 വരും ആൻസർ. കറക്റ്റ് അല്ലേ? 1. ഓക്കെ. അപ്പോൾ ഇക്വേഷൻ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് എന്നിട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടിനെയും m കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഫൈനലി അപ്പോൾ 1 ഈക്വൽ 2m കിട്ടി. m ഈക്വൽ 1/2. ഓക്കെ. അപ്പോൾ ഇത് കുറച്ചൊരു തലതിരിഞ്ഞ സാധനം കേട്ടോ. നമുക്ക് ആ ഇക്വേഷൻ പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറയും. സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 95. അപ്പോൾ നമ്മൾ QT റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് റിസർച്ചിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള റിസർച്ച് മെത്തേഡ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള മെത്തഡോളജി കുറച്ച് ചോദ്യങ്ങളാണ് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള 5 ചോദ്യങ്ങളും ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ശരിക്കും ടൈം കൺസ്യൂമിങ് ആണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ. നല്ല രീതിയിൽ പ്രോപ്പർട്ടീസ് എല്ലാത്തിനെയും നന്നായിട്ട് പഠിച്ചു വയ്ക്കാം കേട്ടോ. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.